Hey guys, welcome back. ഉറക്കണീച്ചൊന്നൊരു ക്ലച്ച് കിട്ടുന്നില്ല. നമ്മളിവിടെ മാമാടെ വീട്ടിൽ വന്നതാണ്. ഇവിടെ പകുതി വഴിക്ക് എത്തിയപ്പോഴാണ് എന്റെ ആങ്ങളയ്ക്കൊരു മോഹം പൊന്മുടിക്ക് പോകാൻ. അങ്ങനെ ഞങ്ങൾ ഉച്ചയൂണ് പൊന്മുടിയിലാക്കാന്ന് നമ്മളല്ല ഇവരൊക്കെ വിചാരിച്ചു. ഞാൻ ഉറക്കമായിരുന്നു, എനിക്ക് വയ്യ. എനിക്ക് എന്തെല്ലാം സിസ്റ്റം എന്ത് അങ്ങനെ ഞങ്ങൾ ഈ വീട് പലരും കണ്ടിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഇടയ്ക്ക് ഞങ്ങള് പോയപ്പോഴത്തേക്കും എടുത്തിട്ടുണ്ടായിരുന്നു. എടേ വാടാ വാടാ സുഖല്ലേ വാടാ. അല്ല അവര് ബൈക്ക് വരട്ടെ. ഞാൻ രാവിലെ വന്ന് ഫുഡ് വെച്ചിട്ട് കിടന്ന് ഉറങ്ങിയതാന്ന്. അപ്പൊ അവരൊക്കെ ഫുഡെല്ലാം സെറ്റ് ആക്കിയിട്ട് എന്നെ വിളിച്ചു. വലത്തോട്ടല്ല ഇടത്തോട്ട് KTDCന്റെ. ഓക്കെ. 17ാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ പൊന്മുടി പോകുന്നത്. പിന്നെ മാമാടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് എളുപ്പം എന്നല്ല, ഒരു 10 എത്ര കിലോമീറ്റർ ഉണ്ട്? 30 കിലോമീറ്ററേ ഉള്ളു പൊന്മുടിയിലോട്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് പോവാം എന്ന് നമ്മൾ തീരുമാനിച്ചോ. പിന്നെ ഞാൻ ഫ്രണ്ട് ഇരിക്കട്ടെ, എനിക്ക് ഛർദ്ദിക്കാൻ വരും. എനിക്ക് അങ്ങനെ പ്രശ്നമുണ്ട് ഗൈസ്, ഫ്രണ്ട് ബാക്ക് സീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമല്ല. മാമയുടെ വണ്ടി ഓടിക്കുന്നേ. മാമ ഉമ്മ എന്താ ഇട്ടിരിക്കണ അറിയോ? ഉമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നൈറ്റ് ഇട്ടിട്ടാണ് വന്നത്. അപ്പം പകുതി വഴി എത്തിയപ്പോഴത്തേക്കും നമ്മള് പൊന്മുടി പ്ലാൻ ആക്കിയത്. അപ്പത്തേക്കും സാരില്ല, ഇത് അഡ്ജസ്റ്റ് ചെയ്തോളാം. കഴിഞ്ഞ പ്രാവശ്യം ഈ വഴി കൂടെ പോവാൻ പറ്റില്ലായിരുന്നു. എന്താ ഭംഗി. ഈ റോഡ് ഇപ്പൊ ഇടുന്നേ ഉള്ളൂ അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഇത് ബ്ലോക്ക് ആയിരുന്നു. അപ്പുറത്ത് നമ്മളെ റൈറ്റ് കയറിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇതുവരെ പൊന്മുടി വന്നിട്ടില്ലേ? ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പാണ്. വെൽക്കം ടു പൊന്മുടി. ഓ മൈ ഗോഡ്, സോ എക്സ്പെൻസീവ്. തന്നെ മാമ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു? വണ്ടിക്ക് 40 അല്ലേ? തിരിച്ചു പോകുമ്പോ കാണിക്കണം. അത്ര കാണിക്കണം. എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു കുടുംബമാണ് ശരിക്കും. ഈ പൊന്മുടിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പോകുന്ന വഴിയാണ്. എല്ലാരും തിരിച്ചു വന്ന സമയത്ത് നമ്മള് അങ്ങോട്ട് പോകുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഉച്ചയ്ക്ക് മുമ്പേ നമ്മൾ ഇവിടെ എത്തണം. എത്തിയിട്ടില്ല, ഞങ്ങൾ പകുതി വഴിക്ക് ഇറങ്ങി. കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇവിടെ നിന്ന് ഞങ്ങൾ നൂഡിൽസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കിട്ടുമെന്ന് അറിയത്തില്ല. നൂഡിൽസ് ചെറിയൊരു മഴ, അതിന്റെ ഒരു തണുപ്പും പിന്നെ ഒരു ആംബിയൻസും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് മഴ ആസ്വദിച്ചുകൊണ്ട് നൂഡിൽസ് കഴിക്കാം. എന്റെ മമ്മി പൊന്മുടിയില് ഇങ്ങനെ ഡ്രസ് ഇട്ട് ആരും വരൂല, പക്ഷെ എന്റെ ഉമ്മ വരും. അതെ, മാമാടെ വീട്ടില് പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നാ വീട്ടിലല്ലേ പോകുന്നേ, ഞാൻ ഇതിട്ടിട്ട് വരാന്ന് പറഞ്ഞ് പകുതി വഴിക്ക് പിന്നെ എന്റെ കത്തി വേഷമാണ്. ദിസ് ഇസ് മൈ മാമ ആൻഡ് മാമി. മഴ വേറെ ചേറില്ല. ഇനി നമ്മൾ മുകളിൽ കയറി നമ്മൾ കൊണ്ടുവന്ന ഫുഡ് അതൊട്ട് കാര്യമായിട്ടൊന്നും ഞാൻ കഴിച്ചില്ല, ജസ്റ്റ് നൂഡിൽസ് മാത്രമാണ്. ഓടെയൊക്കെ ഇറങ്ങി നമ്മൾ മുകളിൽ കയറുമ്പോൾ കിട്ടിയാൽ മതിയായിരുന്നു. ഇതൊക്കെ താഴോട്ട് ഇറങ്ങുന്നേ. എപ്പോഴും പൊന്മുടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വെതറാണ് എക്സ്പെക്ട് ചെയ്യുന്നത്.
എന്നാണിത് കിട്ടിയത്. നമുക്കിതിനെ കുറിച്ച് അറിഞ്ഞൂടാ. ചില ആളുകൾ ഇതുപോലത്തെ കാണാനാണ് വരണത്. ഇത് കാണാൻ തന്നെയാണ് അതല്ലേ അന്ന് ഞങ്ങൾ പറയത്തക്ക നടപ്പില്ല. സമയത്ത് ഇതുപോലെ മഴയും ഇതൊക്കെ ആയ സമയത്ത് നമ്മളങ്ങനെ പൊന്മുടിയിൽ എത്തിയിരിക്കുകയാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വെതർ കാണുന്നത്. ലാസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ ഡിസംബറിലാണ് വന്നത്. അന്ന് ഇവിടെ സീസൺ അല്ലാത്തത് കൊണ്ട് കുറച്ച് വെയിലത്ത് വന്ന് കരിഞ്ഞുണങ്ങിയിട്ട് ഞാൻ പോയി. ഇപ്പൊ ഇവിടെ ഭയങ്കര രസമാണ്. തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല, പക്ഷെ നല്ല ഫോഗുണ്ട്. തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർ പോലും കാണാത്ത അത്രയും മഞ്ഞുണ്ട്. നമ്മള് കഴിക്കുന്ന എപ്പോഴാ? അതല്ലേ ഞാൻ ചോദിക്കുന്നത്. 3:30 കഴിക്കുന്നില്ലേ? കഴിക്കാം. അവിടെ കുറച്ച് ആൾക്കാരൊന്ന് കഴിക്കുന്നുണ്ടോ? ഒരു മാറാണ് അവിടെ പിറന്ന് കഴിക്കാം. ആ ഇരിക്കാൻ ഇവിടെ പിന്നെ കസേര കൊണ്ട് ഇട്ടേരും. അവിടെ വല്ല പാറയോ കുന്നോ ഒക്കെ കാണും. അതെ പാറപ്പുറത്ത് കഴിക്കാനും പാറപ്പുറം നല്ലതാ. അതെ. ആഹ്ലാദിക്കുവിൻ, ആർമാദിക്കുവിൻ. ഇതിപ്പോ കൊണ്ടുവന്ന് അതാണ് അവിടെ നിന്ന് എന്നെ മാങ്ങയൊന്നും വാങ്ങിക്കാൻ സമ്മതിക്കാത്തത് അല്ലേ? ഇതൊന്നും അത്ര ഇഷ്ടമൊന്നും അല്ല, എന്നാലും കഴിക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോ ഒന്നൊക്കെ ചവയ്ക്കാൻ ഒരു മോഹമയോ? എണ്ണ കുഴപ്പമില്ല. കാക്ക മരിച്ചിന് കഴിക്കാനെ വന്നെന്നെ മാമി വീട്ടില്. അതെന്തോന്ന്? ഇതിന്റെ പേര് കാന്താരി പുളിച്ചമന്തി അല്ലേ? ഒന്ന് ഇളക്കണേ, എണ്ണ എവിടെയാണെന്നൊന്നും കാണുമ്പോ കഴിക്കാൻ തോന്നുന്നു. നല്ല എരിവുണ്ട് കേട്ടോ. അതല്ലേ റംലത്താമ കണ്ടിട്ട് തരാന്ന്. അത് മീനാണോ? ഉണക്കമീന്. ഉണക്കമീൻ. ആ അവിടെ ഇരുന്നോ അമ്മ? എവിടെ വെച്ചിരുന്നോ? നമ്മള് വീട്ടിൽ നിന്ന് പാത്രം കൊണ്ടുവന്ന് നന്നായി ഇരുന്നു. വൃത്തിയില്ലാത്ത ആൾക്കാര് വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അത് പറയണമല്ലോ. അതെ അതെ അതെ. അവരെ വീട്ടില് ശീലിക്കുന്നതായിരിക്കും പുറത്ത് കാണിക്കുന്നേ. ഒന്നും കാണുന്നില്ല. കഴിച്ച് വരുമല്ലേ? സമയത്ത് ഉപ്പാണ്, ചമ്മന്തി ഇരിപ്പ്, നെല്ലിക്ക ഇരിപ്പ്, കറയണം. ബി പി കുറവൊന്നും ഇന്നത്തോടെ കൂടും. അടിപൊളി അടിപൊളി. കുരുമുളകിലും ഉപ്പിടണം. ഓക്കെയാണ് ഓക്കെയാണ്. ഉപ്പും പുളിയൊക്കെ വേണം, എന്നാലേ കഴിക്കുന്ന അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ നിൽക്കുന്നു. അത് തന്നെ. ഞങ്ങളെല്ലാരും ഇവിടെ കഴിച്ചെണീറ്റ് വന്നു. ഉമ്മ മാത്രം അവിടെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുക ഗൈസ്. ആസ്വദിച്ചെന്ന് കഴിക്കുക. കാരണം ഉമ്മ ഫസ്റ്റ് ടൈം വന്നപ്പോ ഉമ്മക്ക് ഭയങ്കര വെയിലായിരുന്നു, ചൂടായിരുന്നു, വെറുത്ത് കുളിച്ചു എന്ന് പറഞ്ഞു. ഇന്ന് ഉമ്മനെ കൊണ്ട് ഇങ്ങനെ ചിൽമാടിയാക്കുവാണ്. ചിൽമാടി അവിടെ ഇരുന്ന് വിറയ്ക്കട്ടെ. ഞങ്ങള് ഫുഡ് കഴിച്ച സ്ഥിതിക്ക് ഇനി കുറച്ച് ഞാനൊരു 2-3 മിനിറ്റ് ആയിട്ട് റെക്കോർഡ് ഓൺ ചെയ്യാണ്ട് എന്തല്ലോ പറഞ്ഞേ. പിന്നെ പറഞ്ഞതിന് ശേഷമാണ് അയ്യോ ഓണാക്കിയില്ലല്ലോ. ഞങ്ങള് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇനി കുറച്ച് നേരം നടക്കാന്ന് വിചാരിച്ച് അങ്ങനെ അതിന്റെ മണ്ടേ കയറിയതാ. ഏകദേശം ഒരു ലാസ്റ്റ് 10 തവണ വന്നിട്ട് പോലും ഞാൻ എന്റെ മണ്ടേ കയറിയിട്ടില്ല. ഇനി ഇവർക്ക് കയറണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കയറുന്നത്. എനിക്ക് അത്യാവശ്യം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പൊ താല്പര്യമില്ല. ബിക്കോസ് ബാക്ക് ടു ബാക്ക് കുറെ ട്രിപ്പും ഹൈക്കിങ്ങും ട്രെക്കിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ ഒരു വല്ലാത്ത അവസ്ഥയിലായി ഗൈസ്. കയറി വന്ന വഴിയും പോകുന്ന വഴിയൊന്നും കാണുന്നില്ല. നല്ല വ്യൂ കാണാലോ. നേരപ്പുള്ള വഴി പോലും കാണുന്നില്ല. നമുക്ക് പറ്റുന്നുണ്ടോ? ആ കാർ എടുക്കുന്ന സ്ഥലം കണ്ടോ? അവിടെ നിന്നാ നമ്മള് വരുന്നേ. അമ്മ ചെരുപ്പ് പിടിക്കണോ? കേറട്ടെ. കൈ പിടിക്കോ? അവരിത് അവിടെ ഇരിക്കാനുള്ള സ്ഥലവും കണ്ടെത്തി.
നമ്മള് എവിടെന്നാ വന്നേന്ന് പോലും അറിയത്തില്ല, എങ്ങോട്ടാ ഇറങ്ങേണ്ടെന്ന് പോലും അറിയില്ല. വി ആർ ട്രാപ്ഡ്. ഈ ഒരു വെതറിന് വേണ്ടി ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്ന് അറിയോ? എത്ര കാലങ്ങളായിട്ട്, ഒരു 10-16, എന്തായാലും ഒരു 15. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കൗണ്ട് ചെയ്ത് വെച്ചതാ, മറന്നുപോയി. എത്രയോ തവണ ഞാൻ വന്നിട്ടുണ്ട്, പക്ഷെ എന്തായാലും ലാസ്റ്റ് 10 years ആയിട്ട് ഞാൻ ഈ മട്ടയ്ക്ക് കയറിയിട്ടില്ല. ഓ മൈ ഗോഡ്, ഒന്നും കാണുന്നില്ല. മനുഷ്യന്മാർക്ക് അറ്റാക്ക് വരാൻ വേണ്ടി ഒന്ന് ഇരുന്ന് സുഖം പറ്റി വന്നത്, അപ്പോഴത്തേക്ക് മഴ. ആ അതെ, പിള്ളേര് ഇനി കളിക്കോ? വേറെ പോവാ? എവിടെയൊക്കെ പോയിട്ടുണ്ട് അവിടെ നിന്നൊക്കെ മഴ നനഞ്ഞിട്ടുണ്ട്. ഫുള്ള് സെറ്റപ്പിൽ ഇവരെല്ലാം വന്നിട്ടുള്ളത്, നമ്മൾ മാത്രം എപ്പോഴത്തെ പോലെ മഴയായാലും ചൂടായാലും വെയിലായാലും മഞ്ഞായാലും. അത് വെറും പാട്ടാണ്, ഡാൻസ് ഒന്നും അല്ല. ഇതിപ്പോ കേറും കേട്ടോ, ഒരു ജാക്കറ്റിനകത്ത് വരും. വന്നിരുന്നെങ്കിൽ ഇവിടെ ഞാൻ അടുത്ത് പുറത്തേല് വിത്ത് ഫാമിലി ആയിപ്പോയി, വിത്ത് ഫാമിലി. ഇല്ലെങ്കിൽ ഞാൻ എന്റെ നിർത്തിക്കളഞ്ഞല്ലോ. അതെ, മൈഗ്രെയിൻ തുടങ്ങിയിട്ട് ഏകദേശം ഇന്നേക്ക് 10-12 ദിവസമായി. ഞാൻ കഴിഞ്ഞെന്ന് വിചാരിച്ചതാണ്, ഈ സൗണ്ട് കാരണം. എന്റെ അമ്മേ, എന്തായിരുന്നു ഒരു മണിക്കൂർ വേറെ ലോകത്തായിരുന്നു. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു തുള്ളാൻ വേണ്ടിയിട്ട്. ഞാൻ വീട്ടുകാരുടെ കൂടെ അല്ല വന്നതെന്നുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇതിന്റെ സെന്ററിൽ ഞാൻ ഉണ്ടായിരുന്നേനെ. ആ സെന്ററിൽ ഈ ഡ്രസ് ഒന്നിട്ട് ഒരിക്കലും ഞാൻ ഇവിടെ നിന്ന് തുള്ളത്തില്ല, നല്ല ജീൻസ് ഒക്കെ ആയിരുന്നെങ്കിലും. അപ്പൊ വെതർ സ്റ്റിൽ നമ്മൾ വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നോ അങ്ങനെ തന്നെ ഉള്ളത്. തിരിച്ചു പോകുമ്പോഴത്തേക്കും റോഡൊക്കെ കണ്ടാൽ മതിയായിരുന്നു. കുറെ കൂടെ കൂടി കേട്ടോ, വന്ന പോലെ ഉള്ളതല്ല, കുറച്ചുകൂടെ കൂടി. ഇതുണ്ടോ, നല്ല കൂടിയിട്ടുണ്ട്. അപ്പോ ഞാൻ ഇതിന് മുന്നേ വേറൊരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നേ, വേറെ ഒരു സ്ഥലത്ത് ഉള്ള സമയത്ത്. അത് ഞാൻ ഇട്ടിട്ടില്ല, എന്തായാലും ഇതിന് ശേഷം അത് ഇടുന്നുണ്ടാവാം. അപ്പൊ ഞാൻ വിചാരിച്ച നാട്ടിൽ അവസാനത്തെ വ്ളോഗ് ആയിരിക്കുമെന്ന്, ഐ മീൻ ട്രിപ്പ്. പക്ഷെ അല്ല, ബട്ട് ഇത് കഴിയുമ്പോഴും ഞാൻ പറയുന്നു ഇത് നാട്ടിൽ അവസാനത്തെ എന്റെ വ്ളോഗാണ്, ഐ മീൻ ട്രാവൽ വ്ളോഗ് ആയിരിക്കും. മേ ബി ഉടനെ തന്നെ ഞാൻ തിരിച്ച് കയറുന്നതാണ്. ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല, അപ്പൊ അതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാനുണ്ട്, അത് വഴി പങ്കുവയ്ക്കാം. എന്റെ ഫോണിന്റെ ചാർജ് അല്ല സ്റ്റോറേജ് ഏകദേശം കഴിഞ്ഞു. ഞാൻ പിന്നെ കുറെ പഴയതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ്
ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അടുത്ത വ്ളോഗിൽ വരാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഫോൺ എടുക്കുന്നത് തന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് വ്ളോഗിങ്ങിൽ എന്തോ ഒരു ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട്. എനിക്ക് കാര്യമായിട്ട് എനിക്കൊന്നും പറയാനും പറ്റുന്നില്ല. എനിക്ക് നിങ്ങളെ ഞാൻ കാണുന്ന കാര്യങ്ങൾ കാണിക്കാനും പറ്റുന്നില്ല. ഒന്നിനും പറ്റുന്നില്ല. എല്ലാം ഒന്ന് ശരിയാവണം. അപ്പം ഞാൻ ഉടനെ തന്നെ അടുത്ത വ്ളോഗിൽ തിരിച്ചിരിക്കും. മനസ്സിലാവാം.